അങ്ങനെ കുറേ ദിവസം, അതായത് ഒരു 2-3 ദിവസത്തിനൊക്കെ ശേഷം ഞങ്ങൾ വീണ്ടും അടിമാലിക്ക് പോവാം കേട്ടോ. അപ്പം ഇന്ന് രാവിലെ പോന്നു. രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പോന്നു. അച്ചാച്ചിക്ക് രാവിലെ ഡ്യൂട്ടി ഉള്ള ദിവസമായിരുന്നു, 9 മണിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ട ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോന്നു. ഞങ്ങൾ കല്ലാറൂട്ടി എത്തിട്ടോ. കല്ലാറൂട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡാമിൻ്റെ അവിടെയൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നേ. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് കാരണം മഴയൊന്നും അങ്ങനെ വകവയ്ക്കേണ്ട കാര്യം വന്നില്ല, നേരെ പോന്നാൽ മതിയായിരുന്നു. അപ്പോൾ പോയ വഴിക്കൊക്കെ 2 സൈഡും ഇതുപോലെ മഞ്ഞൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പോരാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതുപോലുള്ള വഴിക്ക്. പിന്നെ അവൾ കിടന്ന് ഉറങ്ങി ഒക്കെയാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ വേണ്ട അടിമാലി എത്തിക്കഴിഞ്ഞപ്പോഴും ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ മേടിച്ചിട്ട് പോവുകയാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കി ചേട്ടായിക്ക് കൊടുത്തു വിടാനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ അതുപോലെ കടയിൽ കയറി കഴിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോഴത്തേക്കും വേണ്ടി തക്കുടു എന്തൊക്കെയോ വിശേഷങ്ങൾ എന്നോട് പറയാം കേട്ടോ. അപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അച്ചാച്ച പോകാൻ തുടങ്ങുവാണ്. അപ്പോൾ അങ്ങനെ പോകാൻ നേരത്ത് ഞങ്ങൾ വെളിയിൽ വന്ന് ടാറ്റയൊക്കെ കൊടുത്തിട്ടാട്ടോ എല്ലാ ദിവസവും വിടുന്നത്. അല്ലെങ്കിൽ തക്കുടുവിന് ഭയങ്കര സങ്കടമാണ്. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് രാവിലെ ഞങ്ങൾ പോകുന്നു. ഇപ്പോൾ പോകുന്ന വഴിക്ക് മേടിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ തക്കുടുവിനും എനിക്കും ദോശയും അച്ചാച്ചയ്ക്ക് പതിവ് പോലെ പൊറോട്ടയും. അപ്പം ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കാരണം പുള്ളി നേരത്തെ കഴിച്ചിട്ട് പോയി. ഇനി ഞങ്ങളുടെ കഴിക്കലും അംഗപരിപാടികളൊക്കെ ഇവിടെ. അവൾ കഴിക്കാൻ വരില്ല, അവൾക്ക് ഭയങ്കര മടി കഴിക്കാൻ. ഇനി ഇവിടെ കുറേ പണിയുണ്ട്. കുറച്ച് ദിവസം മാറി നിന്നിട്ട് വന്നത് കാരണം മുറ്റത്ത് ഫുള്ള് മറ്റേ പൂക്കളൊക്കെ വീണ് വൃത്തികേടായിട്ട് കിടക്കുക. അതുകൊണ്ട് ഓരോരോ പണി തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ മടിയായത് കാരണം കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് വന്ന വഴി കഴിക്കാനിരുന്നു. ഡ്രസ്സ് പോലും മാറിയില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഡ്രസ്സൊക്കെ മാറിയിട്ട് അടുക്കളപ്പണിയിലേക്ക് കിടക്കാൻ. ബാ ബാ കഴിക്കേ, അതൊക്കെ തരാം. ഒരു ബലൂൺ കഴിഞ്ഞ ദിവസം മേടിച്ച് കൊടുത്തതിൻ്റെ പുറകെ ഇപ്പം ബാ കഴിക്കാൻ അമ്മ തരാന്നേ. ബാ വാടി, ബലൂൺ തരാം. ബാ കഴിക്കുവാണെങ്കിൽ തരാം, എൻ്റെ കയ്യിലുണ്ട്, കുറേ എണ്ണമുണ്ട്. ഇനി കുറേ ഗോഷ്ഠികളൊക്കെ കാണേണ്ട വരും അത് ഇറങ്ങുന്നോടം വരെ. ഇതുപോലെ മടി എന്നതാ, എന്തൊക്കെ കാട്ടായാണോ എന്നതാ എൻ്റെ കുഞ്ഞേ. എനിക്ക് നിന്നോട് ലവ് ഉണ്ട്, നിറച്ചുണ്ട് ലവ്. അതിനാണോ കാർന്ന്? അയ്യോ തക്കുടുവിൻ്റെ കാര്യം പറഞ്ഞ അമ്മച്ചിക്ക് പൊന്നിനോടല്ലാണ്ട് വേറെ ആരുടെയും ലവ് ഉണ്ടോ? കുറേ ലവ് ഉണ്ട്. കരച്ചിൽ വെറുതെ, കുറേ ലവ് ഉണ്ടെന്ന്. പൊന്നിന് അമ്മയോട് എന്തോരം ഇഷ്ടമുണ്ട്? 4 ഇഷ്ടമോ? ഞങ്ങളുടെ ചില്ലറ കലാപരിപാടികൾ ഇങ്ങനെയാട്ടോ അല്ലേ പൊന്നെ? ബലൂൺ വേണമ്മ, ബലൂൺ എടുത്ത് തരാം. നിൽക്കാം അമ്മച്ചി. അതെല്ലാം ഗൾഫിനൊക്കെ പോയിട്ട് വരുന്ന പോലെ കേട്ടോ, വീട്ടിൽ പോയിട്ട് വരുന്ന ഒരു ചാക്ക് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇനി ഇതെല്ലാം പൊട്ടിച്ച് മാറ്റി റെഡിയാക്കി വെക്കണം. അപ്പോൾ പെണ്ണിൻ്റെ കുറേ കളിപ്പാട്ട സാധനമൊക്കെ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തു കൊടുക്കാനും ബലൂണൊക്കെ എടുത്തു കൊടുക്കാനാട്ടോ പറയണേ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അതിൻ്റെ അകത്ത് എന്നാ ഉള്ളത് പൊന്നിൻ്റെ? എവിടെ പോയാലും JCB എടുത്തോണ്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് പോരുമ്പോഴത്തേക്ക് ഞാനെങ്ങാനും എടുത്തോണ്ട് പോരാൻ മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കും. അതിൻ്റെ അകത്ത് അങ്ങനെ ഇതാക്കല്ലേ, വീഴും. അടേന്നെ വന്ന് കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും പൊന്നും ടയേർഡായി. ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പോവാ അല്ലേ പുപ്പി? ഇനി ഞങ്ങൾക്ക് മടി പിടിച്ച ദിവസം തീരെ പറ്റില്ല, മടിയ. വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടേ അല്ലേലും അങ്ങനെയാണ്. ഇവിടെ വന്ന് എല്ലാം കൂടെ ചെയ്യേണ്ട വരുമ്പോഴത്തേക്കും മടി വരും. അപ്പം ഞങ്ങൾ കുറച്ച് നേരം കിടക്കും അല്ലേ പുപ്പി? അത് ഞാൻ ഇതുവരെ എടുത്ത് കൊടുത്തില്ല കേട്ടോ, എനിക്ക് മടി അതെല്ലാം കൂടെ പൊട്ടിക്കാൻ. ഇനി അവിടെ പുതിയൊരു അടുക്കള അമ്മ സെറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അവിടുത്തെ അടുക്കള ചെറുതായിട്ട് ഞാൻ ഇങ്ങോട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട്. സകലമാന സാധനം എടുത്തോണ്ട് പോകുന്നു. എനിക്ക് ക്ഷീണം വരും, എനിക്ക് ഉറങ്ങണം.
ഉറങ്ങിയിട്ട് വന്നിട്ട് കാണാന്ന് പറ. ഞങ്ങൾ ഇന്ന് ഒരു പണി എടുക്കില്ല, ഞങ്ങൾക്ക് മടിയാന്ന് പറഞ്ഞാല്. ഞങ്ങൾക്ക് മടിയാ. കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തക്കുടൂന് മടിയായി. അപ്പം ഞങ്ങൾ വിചാരിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് വരാന്ന്. അല്ലേ പൊന്നെ? ഭയങ്കര വീരവാദമൊക്കെ പറഞ്ഞ രാവിലെ. കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കുറേ പണിയെടുക്കാനുണ്ട്, അടുക്കളയിൽ കയറണം എന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് മടി പിടിച്ചു പോയി. അച്ചാച്ച ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മടിയായി. അപ്പം ഞങ്ങൾ വിചാരിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്തിട്ട് പയ്യെ ഓരോരോ പണി ചെയ്യാന്ന്. അല്ലേ? ഭയങ്കര മഴയായി ഇങ്ങോട്ടപ്പം, അത് കാരണം ഞങ്ങൾക്ക് മടിയായി. അപ്പം ഞങ്ങൾ ഒങ്ങാൻ പോവാ. ഒങ്ങാൻ പോവാന്ന് പറഞ്ഞാൽ ആരാ ഒങ്ങുന്നേ? ഞങ്ങൾ രണ്ടുപേരും കൂടെ മടി പിടിച്ച് കിണ്ണൊങ്ങാൻ പോകുന്നു. അല്ലേ തക്കടു? തക്കടുവിനെ നാളെ അംഗൻവാടി കൊണ്ടുവിടണം. ചുമയായിട്ടാണ് കൊണ്ടുപോണേ. ആർക്കാ ചുമ? അയ്യോ, അംഗൻവാടി പോണ കാര്യം പറഞ്ഞ ഇത് മടിച്ച് പറഞ്ഞോട്ടോ ചുമയുണ്ടെന്ന്. ആർക്കടി ചുമ? കുഞ്ഞിക്കൊള്ളി. കഴിഞ്ഞ ദിവസം ഇവളോട് ടീച്ചറ് മറ്റേ ഇവരുടെ ആ പ്രവേശനോത്സവത്തിൻ്റെ അന്നെങ്ങാണ്ടി പിള്ളേരുടെ കൈപ്പത്തിയൊക്കെ ഇങ്ങനെ അവിടെ പതിപ്പിച്ചിങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവള് വിചാരിച്ചു മറ്റേ എഴുതിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. അന്നേരത്തേക്കും അവിടെ നിന്ന് അവിടെ പറയുമ്പോഴത്തേക്കും നല്ല സോളിയം ഉണ്ടായിരുന്നു, മൈക്കിൽ കൂടെ ആയിരുന്നു തോന്നുന്നു. എല്ലാവരും കേട്ടു. ഇവള് ഉറക്കം വിളിച്ച് പറയുക, എനിക്ക് പനിയാ ടീച്ചറെ, എന്നെ എഴുതിക്കല്ലേന്ന്. എത്ര കാരണന്മാരെവിടെ ഉണ്ടായിരുന്നറിയാമോ? ഞാൻ ചമ്മിപ്പോയി. ഗുഡ് നൈറ്റ് പറഞ്ഞേര്. ഗുഡ് നൈറ്റ്. പിന്നെ കാണാമെന്ന് പറഞ്ഞു. ഇച്ചി കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞു. എന്നെ തക്കടു. ഇവിടെ ഒരാൾ ഉറക്കത്തിൽ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. കുഞ്ഞായി തക്കടു, നീ എന്തിനാ ചിരിച്ചു? എന്നെ സ്വപ്നം കണ്ടേ? പൊന്നെ തക്കടുവേ, ഒങ്ങനോ ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ട് ചിരിയായിരുന്നു കേട്ടോ. എന്നെ കണ്ടേന്നറിയത്തില്ല, ചിരി വരുന്നിട്ട് പുള്ളിക്ക്. കണ്ണ് തുറന്നു വെച്ചാൽ കിടന്നുറങ്ങോളെ. കുഞ്ഞായി എന്തൊക്കെയാ കുറച്ചൊക്കെ കാണാൻ തോന്നിട്ട് ഇവളെപ്പോഴും ഇങ്ങനെ കിടന്നുറങ്ങുള്ളൂ, പകുതി കണ്ണിങ്ങനെ തുറന്നു വെച്ചിരിക്കും. അപ്പം തക്കുട് നല്ല ഉറക്കം കേട്ടോ. അപ്പം ഞാൻ എഴുന്നേറ്റു, എന്നിട്ട് ചോറ് വയ്ക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ഒത്തിരി സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ എണീറ്റു. ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് കുറേ പണിയുണ്ടായിരുന്നു. വെറുതെ കുറേ സാധനങ്ങൾ അടുക്കി പറക്കാൻ നോക്കിയതാണ്. അപ്പം അന്ന് എല്ലാം ക്ലീൻ ചെയ്ത പോലെ തന്നെ ബെർത്തിൻ്റെ അടി ഫുള്ള് വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് പൊടി പിടിക്കും ഇവിടെ. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്ത് ചോറൊക്കെ വെച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും തക്കുടു എഴുന്നേറ്റ് വന്നു. തക്കുടുവിന് ബിസ്ക്കറ്റ് വേണമെന്നും പറഞ്ഞ് ബിസ്ക്കറ്റ് കഴിക്കുക. ഇനി ഞങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞ് കുറേ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളയാനുണ്ട് അല്ലേ? വേറെ കുറച്ച് അപ്പാപ്പം ഉണ്ടാക്കാനുണ്ട്. അതെ, പൊന്നിൻ്റെ കൂടെ കുറേ നേരം കളിക്കണം, മിറ്റം അടിക്കണം, അങ്ങനത്തെ കുറേ പണികളുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ ഇത്രയും നേരം കുറേ പണിയെടുക്കുമായിരുന്നു അല്ലേ തക്കട്? നീ കൂടിയില്ല, ഞാൻ തന്നെ പണിയെടുത്തു. നീ കൂടിയില്ല, നീ ഇരുന്ന് ബിക്കിട്ട് തിന്നു. എന്നെ അങ്ങനെയൊന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല അല്ലേ തക്കടു? അല്ലെങ്കിൽ കഴിഞ്ഞാൽ തക്കുടു കൂട്ടില്ല എന്ന് പറയും, തക്കുടുവിന് സങ്കടം വരും. തക്കുടുവിനോട് ഇന്ന് എനിക്ക് ലവ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഇച്ചിരി നേരം മുമ്പും കൂടെ വന്ന് എന്നോട് ചോദിച്ചു,
നീ ഇന്നലെ ഞാൻ നിന്നോട് നിറച്ച് ലവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ലവ് ഇല്ല എന്ന് പറഞ്ഞില്ലേ? ലവ് ഇല്ലാന്ന് പറഞ്ഞില്ലേടി? അയ്യേ അയ്യേ ഇതെന്നെ കാണിക്കുന്നത് എന്താ? നിനക്ക് എന്നോട് ലവാണ് ലവ്. ചുണ്ടടിയാണ് അമ്മയുടെ ചുണ്ടടി. ഇപ്പോൾ വലിയ കാര്യം സാധിക്കാനുണ്ട്, അതിന് വേണ്ടി ലവ് ഉണ്ടെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നത് കാണണേ. എന്ത് കാര്യമാണ് താങ്കൾക്ക് സാധിക്കാനുള്ളത്? എന്ത് കാര്യം ചോദിക്കാനുണ്ട്? എന്നാ കാര്യമാണ് സാധിക്കാനുള്ളൂ അമ്മ പൊന്നിന്? ഇപ്പോൾ ബലൂണി വെള്ളം നിറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും, അത് സമ്മതിക്കാൻ വേണ്ടിയിട്ട് എങ്ങോണ്ടുള്ള പരിപാടിയാണ് അല്ലേ പെണ്ണെ? ഇതൊക്കെ തക്കുടുവിൻ്റെ കിൻഡർ ജോയ്ക്ക് അന്ന് കിട്ടുന്ന കളിപ്പാട്ടമാട്ടോ ഇതൊക്കെ. കിൻഡർ ജോയ് അവക്കും കളിപ്പാട്ടങ്ങൾ എനിക്കും. ഇതുകൂട്ട് തന്നെ എനിക്ക് കുറേ എണ്ണം കിട്ടിയിട്ടുണ്ട് ഇതുപോലത്തെ. നല്ല രസമല്ലേ? പൂമ്പാൻ്റെ പിന്നെ തരാം, അവിടെ ചോദിക്കണുണ്ടോ, പക്ഷേ അടുത്ത് കൊടുക്കത്തില്ലേ. കളിപ്പാട്ടത്തിൻ്റെ കാര്യത്തിനൊക്കെ ഞാനും നമ്മുടെ അടിയുണ്ട്. വേറെ കുറേ സ്പൈഡർമാനൊക്കെ കിട്ടിയായിരുന്നു, പക്ഷെ അതൊക്കെ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ കൊണ്ട് ഇങ്ങനെ കാണാൻ വയ്ക്കും. അപ്പോൾ ഇനി വെള്ളം കുടിച്ചായിരുന്നോ? അപ്പോൾ എൻ്റെ കുപ്പി എടുത്തോണ്ടേ. തക്കുടൂനൊരു കുപ്പി, എനിക്കൊരു കുപ്പി. തക്കുടൂൻ്റെ കുപ്പി ഞാൻ അടിച്ചു മാറ്റി. ഇപ്പം തക്കുടൂന് പുതിയ കുപ്പി കിട്ടി. കുടിയെ അത് അമ്മ ഒട്ടിച്ച് വെച്ച സ്റ്റിക്കർ അല്ലെന്ന്, അത് അമ്മ മേടിച്ച സ്റ്റിക്കർ. അവളുടെ കുപ്പിയിൽ പുതിയ 1-2 സ്റ്റിക്കർ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുക, ഇതുണ്ട് തക്കുടൻ്റെ പുതിയ കുപ്പി. പക്ഷെ ഇതിൽ നല്ലതൊരെണ്ണം ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചായിരുന്നു, പക്ഷെ അത് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റത്തില്ലാത്ത സൈസ് കുപ്പിയായിരുന്നു, അതുകൊണ്ട് ഉരുകിപ്പോയി. അയ്യോ, എനിക്ക് വെള്ളം കുടിക്കാൻ എന്നാ മടിയാണെന്നറിയുമ്പോൾ ഞാൻ വെള്ളം കുടിക്കുമല്ലോ, തീരെ വെള്ളം കുടിക്കൂല. കുപ്പി ഉണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കും, അല്ലാണ്ട് വെള്ളം കുടിക്കത്തില്ല. തക്കുളു എന്ന് ഇതുകൂട്ട് ഒരു ബോട്ടിൽ ഫിനിഷ് ചെയ്തു. മഴയൊക്കെ ആകുമ്പോൾ ഇത്രയുള്ളൊരു ബോട്ടിലൊക്കെ വെള്ളം കുടിച്ചാലും നല്ലതാണെന്ന് തോന്നുന്നു. അത്രയും എന്നായാലും അവള് കുടിച്ചു. വെള്ളം കുടിക്കണം, വെള്ളം കുടിച്ചില്ലെങ്കിൽ ചീത്ത. കുഞ്ഞേ പിണങ്ങിയോ? പിണങ്ങിയോന്ന് പിന്നെ വഴക്ക് പറയില്ലേ? കുരുത്തക്കേട് കാണിച്ച പിന്നെ മിറ്റത്ത് പോവാ, മിറ്റം അടിക്കാൻ. പൊന്ന് ബോള് കളിക്കാൻ, അമ്മച്ചി മിറ്റം അടിക്കാൻ പോവാ. എവിടെ കൊണ്ടുപോവാന്ന്? വാതിൽ തുറന്ന് ഞാൻ മിറ്റം അടിക്കാൻ ഇറങ്ങിയാലാണ് പുള്ളിക്ക് കളിക്കാൻ പോകാൻ പറ്റുള്ളൂ. അതിനെ വലിച്ചുകൊണ്ട് പോകുന്ന കേട്ടോ. ഞാനിപ്പോൾ വരുന്നില്ല. ആ തുറക്ക ഉപദ്രവിക്കുവാണ് അങ്ങോട്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറേ കളറുള്ള ഗപ്പീനെയൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ, പക്ഷേ കുറേ എണ്ണത്തിനെ കാണാനില്ല. അതിൻ്റെ കുഞ്ഞുങ്ങളുള്ളതിനൊക്കെ പയ്യെ വാലയിൽ ഇങ്ങനെ കളറൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള 1-2 ചത്തുപോയി. കുറേ ഉണ്ടായിരുന്നു, ഞങ്ങളിടയ്ക്ക് വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ചത്തുപോകും. വെള്ളത്തിൽ പണിയത് ആവൂ കേട്ടോ. വെള്ളത്തിൽ പണിയില്ലേ? ആ അത് നമ്മുടെ ചിന്തനകത്ത് കളിപ്പാട്ടല്ലേ, അതിനകത്ത് കൈ കാണണ്ട, അത് വെള്ളത്തിൽ കിടന്നല്ലേ. അവിടെ പണിയല്ലേ, വെള്ളത്തിൽ പണിയില്ല, അസുഖം വരും കേട്ടോ.
വാ. ഞാൻ മിറ്റം അടിക്കാൻ ഇറങ്ങിയത് അക്കത്തിന് മകള് പുറത്തിയാടി കേട്ടോ. എനിക്ക് അകത്ത് കയറാൻ വേണ്ടി എന്തോ ഒരു മല്ല് പിടിക്കണോ ഞാൻ. വാ വാ. ഇതുണ്ടോ ഈ ചെടിയിൽ ഫുള്ള് പൂവായേ. നല്ല വെയിൽ വന്ന സമയത്തൊക്കെ ഇത് മുഴുവൻ പോയതായിരുന്നു. പക്ഷെ ഇപ്പം മുറ്റത്ത് നല്ല ഭംഗിയായി. അടിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം 2 ദിവസമൊക്കെ അടിച്ചില്ലെങ്കിൽ ഇങ്ങനെ പായൽ പോലെ പിടിക്കും മുറ്റത്ത് വീണ് കിടക്കുന്നതിന്. പക്ഷെ അല്ലാണ്ട് നല്ല ഭംഗിയാണ് കാണാനൊക്കെ. വാ, ഞാൻ കയറി പോവാ. ഇനി അവളെ ബലം പിടിച്ചാൽ ബലപ്രയോഗം നടത്തേണ്ടി വരും അകത്ത് കയറണമെങ്കിൽ. ബാബാ, ഇതെന്നത്? അതെന്താ സാധനം? തവിടി വരുമ്പോ അത് തേങ്ങ എന്തോ പച്ചലയൊക്കെ പറിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. തലമുടിയിൽ വാവ് വരുമ്പോൾ തേക്കാനാന്നൊക്കെ. ആർക്കറിയാം, വൈദ്യരാന്ന് തോന്നുന്നു. ഉച്ച കഴിഞ്ഞുള്ള കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. സാധാരണ പോലെയൊക്കെ തന്നെ, വലിയ മഴക്കാറും കാര്യങ്ങളും ഒന്നുമില്ല, തെളിഞ്ഞ ആകാശമൊക്കെ. എങ്ങനെയാണെന്നറിയത്തില്ല. ഇപ്പം നല്ല ശാന്തമായിട്ട് നിൽക്കുന്നു. റോട്ടിൽ പോലെ റോട്ടിലോട്ട് കയറി പോകരുതെന്ന്. മഴ പെയ്യണോ? ഇത്ര പെട്ടെന്ന് മഴയായോ? അതിനകത്ത് കയറുവാണോ? അവിടെ കളിക്കുവാണോ? അവിടെ നനഞ്ഞെടുക്കുക. അപ്പം തുടച്ചല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു 10 മിനിറ്റ് ഉണങ്ങിയിട്ട് കയറാം കേട്ടോ. ഉണങ്ങിയിട്ട് കയറാം. പിന്നെ മഴയത്ത് കളിക്കണം. മഴയില്ല. അവിടെ നിന്നാ മീനിനെയൊക്കെ കാണപ്പത്തേക്കും. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു കുഞ്ഞ് വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ മഴയും നല്ല ഭംഗി. മറ്റേ ചാറ്റൽ മഴ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ മഴ. തക്കുട് ഇവിടെ നിന്ന് മീനിനെ പിടിച്ച് കളിക്കുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ തുടച്ചിട്ടേക്ക് ഞാൻ ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുള്ളിക്കാരി അവസരം മുതലെടുക്കുക. മീനിനെ പിടിക്കല്ലേ, 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 ചത്തു. ആകെ 5-6 ഉള്ളൂ. വേണ്ട വേണ്ട, പാവമായോണ്ടാ പിടിക്കണ്ടെന്ന് പറഞ്ഞ്. സെൻറ്റിമെൻറ്റ്സ് ഇറക്കുക, പാവമല്ലേന്ന്. അതിനെ പിടിക്കണ്ട. എന്തൊക്കെ പരിപാടിയാണോ എൻ്റെ പൊന്നെ. അതിനെ ആ അമ്പലത്തിൻ്റെ ഇലയെല്ലാം മറിച്ചിട്ടില്ലേ? ഇങ്ങനെ അത് കത്തിച്ചിട്ട് പോയി. അത് നിവർത്തി വെച്ചല്ലേ, എന്തിനാ അങ്ങനെ ആക്കിയത്? അല്ലാണ്ട് അവളെൻ്റെ ആമ്പലിനെ എല്ലാം മറിച്ചിട്ട് തക്കുടും. ചെളിയാ എൻ്റെ കുഞ്ഞെ. കൊതുകടിയും കൊണ്ടുകൊണ്ട് നിന്ന് എന്നെ ആവശ്യമാണ്. കാണിച്ചു തരാം കേട്ടോ. എന്നാ എന്നെ ഒരു കൊതുക് കടിച്ച അതിനെ കൊന്നോള്. മിടിക്ക് തക്കിടുവാണല്ലോ നമ്മുടെ പൊന്നെ. കൊകിനെ കൊന്നോ? കുഞ്ഞു കയ്യിൽ പോയി കൈ കഴുക. മതി വെള്ളത്തിൽ പണത്. ഈ സാധനം കണ്ടോ? ഇതിനെ ഞാൻ കൊമ്പിടിഞ്ഞാൽ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോന്ന. അവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഒരെണ്ണം എനിക്ക് വേണം എന്നും പറഞ്ഞുകൊണ്ട് മേടിച്ചുകൊണ്ട് പോന്നു. പക്ഷെ നല്ല രസമുണ്ട്, എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. മറ്റേ കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഒരു സൗണ്ടൊക്കെ കേൾക്കും. ഇനി അടുത്ത പരിപാടി സിലോപ്പിയനെ വെട്ടി ശരിയാക്കി എടുക്കണം. ഞാനിത് ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ. അതുകൊണ്ട് എവിടെ നിന്ന് തുടങ്ങണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ മീനൊക്കെ വെട്ടും, പക്ഷെ ഇതിനെ എനിക്കറിയത്തില്ല. ഇതിങ്ങനെ കയ്യിലിരുന്ന് തെന്നും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്ന് വെട്ടി നോക്കാം. എന്നോടാ പിന്നെ മുള്ളുണ്ട്. അതിന് മുള്ളുണ്ട്, അതുകൊണ്ട് അമ്മച്ചിക്ക് പേടിയാ വെട്ടാൻ.
തന്നെ പൊന്ന് അമ്മേനെ സഹായിക്കാവോ? ആ ആ എന്നെ പൊന്ന് സഹായിക്കൂട്ടോ, ഞാൻ തന്നെ വെട്ടണ്ട, പൊന്ന് എന്നെ സഹായിക്കാന്ന്. നിങ്ങള് മീമി വെട്ടിയിട്ട് വരാല്ലേ നമുക്ക്? എന്റെ കയ്യില് മുള്ളുകൊള്ളു. നീ മുള്ളു പണിയായുധം എടുത്തിട്ടുണ്ട്, വെട്ടി നോക്കാം. എടി പൊന്നെ, ഇതൊക്കെ മുഖത്ത് തെറിക്കും, നീ വന്ന് നിൽക്കണ്ട. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിങ്ങനെ തണുത്തിരിക്കുന്നത് കാരണം തെന്നുന്നില്ല കേട്ടോ. അതൊരു ട്രിക്കായിരിക്കും. മൊത്തം വെട്ടടി കേട്ടോ. എന്നതായി പറഞ്ഞെന്റെ കൂടെ വന്ന് നിൽക്കാൻ. ഞാൻ നിന്റെ കൂടെ മീനെ കത്തിച്ചാ പാടില്ലേ? അമ്മ രണ്ട് കണ്ടോ? അത് കണ്ടോ? കണ്ടോ? അവിടെ എന്താ സാധനമാണ് കണ്ടോ? സാധാരണ വീട്ടിൽ ചെല്ലുമ്പോ അവിടത്തെ അമ്മ കൊമ്പിടിഞ്ഞാലിൽ അമ്മ വെട്ടി തരും, ഞാൻ അതിനെ എടുത്തുകൊണ്ട് വരും. ഈ വക പരിപാടിയൊന്നും എനിക്ക് അത്രയ്ക്കൊന്നും വശമില്ല. ഞങ്ങൾ മീൻ മേടിക്കുമ്പോഴാണേലും വെട്ടി മേടിക്കും. നമുക്ക് ഇവിടെ കളയാൻ സ്ഥലം ഇല്ലാത്തത് കാരണം വെട്ടി മേടിക്കും. ഇതിപ്പോൾ പപ്പ ആറ്റിൽ പോയിട്ട് വന്ന വഴി ഞങ്ങൾ പോരാൻ നിൽക്കുമായിരുന്നു. വെട്ടി തന്നു വിടാനുള്ള സമയം ഇല്ലാത്തത് കാരണം ഇങ്ങനെ കൊണ്ടുവന്നു. പക്ഷെ ഇത് ഫ്രിഡ്ജിൽ വെച്ചത് കാരണം, നല്ല തണുത്തിരിക്കുന്ന കാരണം ഒത്തിരി അങ്ങ് നമുക്ക് കയ്യിലിരുന്ന് തെന്നുന്നൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇത് ബാക്കി ഫുള്ള് വെട്ടിയിട്ട് കാണാം കേട്ടോ. ടാറ്റ കൊടുത്തരേ അവിടെ പറഞ്ഞേ, മീമി വെട്ടിയിട്ട് കാണാം പറഞ്ഞേ. അയ്യോ, അങ്ങനെ വലിയ പരിക്കുകളൊന്നും ഇല്ലാണ്ട് മീൻ വെട്ടി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് വറക്കാമെന്ന് വിചാരിച്ചു. മസാലയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഈ മീൻ വറക്കാം കേട്ടോ. കുറച്ചെടുത്ത് വയ്ക്കാം, ബാക്കി വറക്കാം. അതേന്നെ, സഹായി പുറകെ ഇന്ന് ഓരോരോ വർത്താനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. തക്കുടൂനെ എടുത്തോണ്ട് നിന്ന് ഞാൻ മീൻ വറക്കണം എന്നാട്ടോ ആവശ്യം. പുള്ളിക്കെല്ലാം കാണണം. നമുക്ക് മീമി വറക്കാം. അമ്മ ഇത് ചെയ്യുമല്ലേ? മീൻ കടി ഉണ്ടാക്കണോ? ആ, മീൻ കടി ഉണ്ടാക്കാം. ഇതാരാ മീമി പിടിച്ച് തന്നേ നമുക്ക്? പൊന്നാണോ മീൻ പിടിച്ചേ? എപ്പോ? അമ്മ കണ്ടില്ലല്ലോ. ആരാ മീൻ പിടിക്കാൻ പോയ? പപ്പയാണോ, പൊന്നാണോ, അച്ചാച്ചയാണോ, അമ്മിനാണോ? അച്ചാച്ച. 5 മീനുണ്ടായിരുന്നു കേട്ടോ. 2 വലിയ മീനും 3 ചെറിയ മീനും. 3 ഗുണ്ട. ഗുളികയ്ക്ക് പറയുന്ന കേട്ടോ ഗുണ്ട. അവളാണ് വീട്ടിലെ എല്ലാവർക്കും ഗുളികയും മരുന്നും ഒക്കെ എടുത്തു കൊടുക്കുന്ന ആള്. ഞങ്ങളുടെ നേഴ്സമ്മയാണ്. അത് നേഴ്സമ്മ അല്ലേ തക്കുടു? അതെന്നാ കയ്യിലിരിക്കുന്ന പെൻസിലോ? ഇതെവിടെ പോയി എടുത്തോണ്ട് വരുന്നേ? ഇപ്പം മീനെല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ടേ, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുക്കാം. പൊന്നിൻ്റെ സ്ലേറ്റ് എടുത്ത് എഴുതി പഠിച്ചോ. തക്കുടു എഴുതി പഠിക്കാൻ പോവാന്നാ പറയുന്നത്. അക്ഷരം എഴുതിക്കൊണ്ട് വന്നേ, അമ്മ നോക്കട്ടെ. തക്കുടുവിന് പനിയായിട്ട് തക്കുടു കുറേ ദിവസമായിട്ട് അംഗൻവാടി പോയിട്ട് നാളെ മുതൽ വിടണം. തക്കുടു 4 അക്ഷരം എഴുതാൻ പഠിച്ചിട്ടുണ്ടേ. ഇപ്പം എഴുതി കാണിക്കാമല്ലേ പൊന്നെ? ഇപ്പം പൊന്നെ അക്ഷരം എഴുതി കാണിക്കൂട്ടോ എല്ലാവരെയും. എഴുതിക്കോ, മിടുക്കിയല്ലേ മിടുക്കി. ഇത് അടുത്ത വീട്ടിലെ ചേച്ചി കുറച്ച് മാങ്ങാപ്പഴം കൊണ്ടി തന്നു കേട്ടോ. അപ്പോൾ തക്കുടൂന് ഇപ്പം തന്നെ കഴിക്കണം എന്ന് ഞാൻ എന്നാൽ ഇത് 2 എടുത്തിട്ട് ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ചു.
വേണോ മാങ്ങാപ്പഴം? മാങ്ങ വേണം. തരട്ടെ അമ്മ? ഇത് വേണ്ട. ഇത് മതിയോ? ഈ മാങ്ങ മതി. തൊലി വേണ്ട? തൊലി വേണ്ട. മാങ്ങ വേണ്ട. ഉണ്ടാക്കി തരാട്ടാ. പൊന്നിന് വേണം മാങ്ങ? എങ്ങനെയുണ്ട്? സൂപ്പർ. വേണോ? ഇത് മറ്റേ നല്ല കാട്ടുമാങ്ങയുടെ ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ അവിടെ പറമ്പിൽ പണ്ടുണ്ടായിരുന്ന അതേ മാങ്ങയുടെ ടേസ്റ്റ്. കറിയൊക്കെ വെക്കാൻ ഞങ്ങൾ എടുക്കുമായിരുന്നു. കുഞ്ഞി ഒരു സൈസ് മാങ്ങ, അതേ ടേസ്റ്റ് ഇതിന്. പക്ഷേ ഇത് വലിയ മാങ്ങയാണ്, പക്ഷെ ടേസ്റ്റൊക്കെ സെയിം. ഇത് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള കേട്ടോ. ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഉഴുന്നും അരിയും പിന്നെ ആണെങ്കിൽ ഒരു നുള്ളു ഉലുവയും പിന്നെ അതുപോലെ ചെറുപയറും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോവാട്ടോ. അപ്പം ഇതെല്ലാം ദോശ ശരിക്കും നമ്മൾ പയർ ചേർത്തു എന്നുണ്ടെങ്കിലും ചെറിയൊരു കളർ വ്യത്യാസം വരുവുള്ളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും ദോശ കഴിക്കാൻ. അപ്പം കൊച്ചാണേലും എല്ലാ കൂട്ടവും അങ്ങനെ കഴിക്കില്ലാത്ത കാരണം അവൾക്കാണേലും നല്ലതല്ല ചെറുപയറൊക്കെ. അപ്പം അത് കാരണം ഞാൻ ഈ 3 കൂട്ടവും കൂടി ഇട്ടിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ദോശയ്ക്ക് അരയ്ക്കാൻ എടുത്തേക്കുന്നതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയൊരു പിടി ചോറും അതുപോലെ ഒരു നുള്ളി ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഴയൊക്കെ അല്ലേ, അല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും പുളിച്ച് വരാൻ താമസിക്കും. അപ്പോൾ ഈസ്റ്റും കൂടെ ഈ കൂടി ഇട്ടിട്ട് ഞാൻ അരച്ച് വയ്ക്കും കേട്ടോ. എങ്ങനെയുണ്ട്? മാവരച്ചത് കറക്റ്റാണോ? ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ ഇടയ്ക്ക് തക്കുടൂൻ്റെ ഒരു കുഞ്ഞിക്കൈ കാണുവേ. പുള്ളിക്കെല്ലാം കണ്ട് മണത്ത് എല്ലാം ബോധ്യപ്പെടണം. ദോശയ്ക്കുള്ള മാവൊക്കെ വേണ്ട അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 2 പാത്രത്തിലായിട്ടാട്ടോ വെച്ചിരിക്കുന്നത്. എങ്ങാനും അത് പുളിച്ച് പൊങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പാത്രത്തിലായതുകൊണ്ട് പുളിച്ച് പോകും. അത് കാരണം 2 പാത്രത്തിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ അത്യാവശ്യം പണികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ. തക്കുടോടെ വെള്ളം കുടി മത്സരത്തിലാണ്. ഞാൻ വെള്ളം കുടിക്കാൻ എടുത്തേക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അന്നേരം കുടിച്ചിട്ട് ഞാൻ ഇപ്പോഴായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയേ ആക്കിയുള്ളൂ. 1 ലിറ്റർ പോലും വെള്ളം ഞാനിന്ന് കുടിച്ചില്ല. എന്നെക്കാളും ബെറ്റർ തക്കുടുവാണ്.